ഹായ് കൂട്ടുകാരെ, എല്ലാവരും ഓണമൊക്കെ കഴിഞ്ഞ് തിരക്കൊക്കെ ഒഴിഞ്ഞിരിക്കുവാണോ? അതോ സ്റ്റില്ല് ഓണത്തിന്റെ ആഘോഷങ്ങളാണോ? ഞാനിന്ന് ഞങ്ങളുടെ ഗാർഡനാണേ, പക്ഷെ ഇതൊക്കെ ഒന്ന് നീറ്റാക്കണം. അപ്പം ഇന്ന് കുറച്ച് പണി ചെയ്യാൻ വന്നിരിക്കുവാണ്. ഇവിടെ പണി ചെയ്യാനൊന്നും വേറെ ആരെയും കിട്ടില്ല, നമ്മൾ തന്നെയാണ് എല്ലാ പണിയും ചെയ്യുന്നത്. UK-ലാണെങ്കിലും എല്ലാ പണിയും നമ്മൾ തന്നെ ചെയ്യും, A to Z കാര്യങ്ങൾ. അപ്പം ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീടിന്റെ ബാക്ക് വശമാണ്. ഇതിന്റെ ഫെൻസാണിത്, അപ്പുറത്തെ വീട്ടുകാരുടെ. അപ്പം അപ്പുറത്തെ വീട്ടുകാര് ഒരു മുള വെച്ചു. മുള ഇത് കണ്ടോ, ഇല്ലി. പക്ഷെ അത് മൊത്തം വരുന്നത് കുറെ ഇങ്ങനെ വരും. അതുകൂടാണ്ട് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മണ്ണിന്റെ അടിയിൽ കൂടെ നമ്മുടെ വീട്ടിലേക്ക് ഇവിടെ മൊത്തം കഴിഞ്ഞ വർഷം ഈ ഇല്ലി ഇങ്ങനെ മുളച്ചു വരുമായിരുന്നു. നമുക്ക് ഇങ്ങോട്ട് കയറാനേ പറ്റില്ല. എന്നിട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഞാൻ അത് മൊത്തം വെട്ടിക്കളഞ്ഞിട്ട് ഞാൻ അവിടെ കുറെ സാധനങ്ങൾ, ഞാൻ അന്ന് എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ കൂട്ടുകാരോടോ ഒക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ആദ്യം കുറെ ചൂടുവെള്ളം ഒഴിക്കാൻ പറഞ്ഞു. അങ്ങനെ കുറെ ചൂടുവെള്ളം ഒഴിച്ചു. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ, കുറെ സാധനങ്ങൾ അതിന്റെ മീതെ അങ്ങ് നിരത്തി, ഇത് മുളച്ച് വരാൻ സാധ്യതയില്ലാത്ത രൂപത്തിൽ, എന്നാലേ നമുക്ക് എന്തെങ്കിലും ഇവിടെ വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു വർഷം അങ്ങനെ ഇരിക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ അതിന്റെ മീതെ ചെടിച്ചട്ടിയൊക്കെ വെച്ചിരിക്കുമായിരുന്നേ. അപ്പൊ ഞാൻ ഇപ്പൊ വിചാരിച്ചു അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇവിടെ എന്തെങ്കിലും നമ്മൾ മണ്ണിൽ നടുന്ന എന്തെങ്കിലും നടാന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊക്കെ മാറ്റിയിട്ട് ഇവിടെ ഇപ്പം ഇങ്ങനെ വെറുതെ കിടക്കുക. പക്ഷെ അതിപ്പോ ഞാൻ മാറ്റിയിട്ട് 2 ആഴ്ചയായി. പക്ഷെ ഇവിടെ മൊത്തം മുളച്ച് വരാണ്. ഈ മുളകളെല്ലാനും ഇല്ലികളെല്ലാം ഇങ്ങനെ അടിയിൽ കൂടെ മുളച്ച് വരാണ്. അപ്പൊ അതിന് ഞാൻ പിന്നെയും ആ ഇട്ട സാധനങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുവന്നിട്ട് ഇവിടെ അതിനെ ബന്ധോസാക്കാണ്, തിരിച്ചു വരാത്ത രീതിയിൽ. അപ്പൊ നമുക്ക് മണ്ണിലൊന്നും നടാൻ പറ്റില്ല. അതെല്ലാം ഇട്ട ശേഷം നമുക്ക് ഇനി അതിന്റെ മീതെ ചെടിച്ചട്ടി വെക്കാനേ പറ്റുള്ളൂ. അപ്പൊ ഇന്ന് അതിന്റെ തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പൊ ആദ്യം ഇവിടെ ഒന്ന് വൃത്തിയാക്കണം. എന്നിട്ട് ഈ മുളകളൊക്കെ ഉണ്ടല്ലോ, അതെ ഇതൊക്കെ ഇതുണ്ടോ, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീടിന്റെ സൈഡിലേക്ക് കയറി പോകണം. അത് മൊത്തം അറുത്ത് കളയണം. എന്നിട്ട് ഇതിന്റെ മീതെ ഓരോ സാധനങ്ങൾ കൊണ്ടുവന്ന് ഇടണം. അതാണ് ഇന്നത്തെ ലക്ഷ്യം. ഇവിടെ ഒന്ന് വൃത്തിയാക്കുക, അതാണ് ഇന്നത്തെ ലക്ഷ്യം. ഓക്കെ, നിങ്ങൾ ആരെങ്കിലും കൂടുന്നുണ്ടോ ചേച്ചിയുടെ കൂടെ? നമ്മൾ 1-2 പേരുണ്ടായെങ്കിലും മിണ്ടിയും പറഞ്ഞും വർത്താനമൊക്കെ പറഞ്ഞ് പണികൾ ചെയ്യണത് അറിയില്ലായിരുന്നല്ലേ. എന്തായാലും ഞാൻ ഇതിൽ കൂടെ വർത്താനം പറയാം കേട്ടോ. അപ്പം നിങ്ങൾ എപ്പോഴെങ്കിലും എൻ്റെ വീഡിയോ കാണുമെന്ന് വിചാരിക്കണം. എന്തായാലും ഇപ്രാവശ്യം നമുക്ക് ബിസിലിസി എന്ന് പറഞ്ഞൊരു ചെടി ഞാൻ നിങ്ങളെ കാണിച്ചിട്ട്, നമ്മുടെ നാട്ടിലെ ബോൾസം പോലത്തെ, അത് ഏറ്റവും കൂടുതൽ ഉണ്ടായത് ഈ വർഷമാണ് കേട്ടോ. അതൊക്കെ എനിക്ക് നിങ്ങളെ കാണിച്ചിട്ടും കൊതി വരുന്നില്ല. അത് എന്തോരം ഉണ്ടായിക്കണേ വേണ്ട. ഓ, ഒരു കൊട്ട നിറയെ പൂക്കളുമായിട്ട് വേണ്ട, എന്തൊരു ഭംഗിയാന്ന് നോക്കിയേ. വേണ്ട, നമ്മുടെ നാട്ടിലെ ബോൾസം ഇതുപോലെയല്ലേ ഇരിക്കണേ, നല്ലൊരു പിങ്കിഷ് കളറാ, റോസ് പിങ്കിഷ് കളർ. ഓ, അങ്ങോട്ട് ഉമ്മ വയ്ക്കാൻ തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ എന്നെ കാണുമ്പോൾ. ഇതാണ് ഒരു ബിസിലിസി. ഇതെല്ലാം എടുത്ത് ഇവിടുന്ന് മാറ്റണം, എന്നാൽ മാത്രമേ നമുക്ക് അവിടെ പല സാധനങ്ങളും ഇട്ടിട്ട് അതിനെ തടസ്സം ചെയ്യാൻ പറ്റുള്ളേ. അപ്പൊ ഇതൊന്ന് മാറ്റട്ടെ ഓരോന്നോരോന്ന് കേട്ടോ. നിങ്ങൾ ഏത് ചെടി എടുക്കുന്നത്? എൻ്റെ കൂടെ വരുന്നുണ്ടോ നിങ്ങൾ? അടുത്തൊരു ബിസിലിസി ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെ നല്ല വെളിച്ചം കിട്ടുവേ, അപ്പൊ അത് കാരണം ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുമായിരുന്നു. ഓ, ഇതിനകത്ത് എത്ര കളറാന്ന് നോക്കിയേ. അടുത്ത വർഷം നമുക്കിത് നടാം കേട്ടോ. ഇതിനകത്ത് വലിയ പൈസ ഇല്ല, ഇതിന് നമുക്ക് അഫോർഡബിൾ ആണ്. വെള്ള, ഇത് ഒരു ഓറഞ്ച് കളറ്, ഇതൊക്കെ പിങ്ക് കളറ്. ഓ, കണ്ടു കൊതി മാറിയോ? സൂം ചെയ്ത് കാണിക്കാം. ഇഷ്ടായോ? ഓക്കെ, അപ്പൊ ഇത് ഇവിടെ നിന്ന് മാറ്റട്ടെ കേട്ടോ. ഇനി ഇവിടെ കുറച്ച് ഡാലിയ ഇരിപ്പുണ്ട്. ഡാലിയ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെടിച്ചട്ടിയിൽ നട്ടേക്കണ കാരണം ഇത് ശരിക്കും അങ്ങോട്ട് വരുന്നില്ല നല്ല പൂക്കളായിട്ട്. അപ്പൊ അവിടെ എനിക്കിവിടെ ഒരു വലിയൊരു കണ്ടെയ്നർ ഉണ്ട്. അപ്പം ആ കണ്ടെയ്നറിലേക്ക് അതിനകത്ത് കുറച്ച് സാധനങ്ങളുണ്ട്. അതൊക്കെ ഇപ്പോൾ ഒരു 2 ആഴ്ചക്കുള്ളത് മാറും. അത് മാറ്റി കഴിഞ്ഞിട്ട് ഈ ഡാലിയ എല്ലാം അതിനകത്ത് നല്ല മണ്ണൊക്കെ ഇട്ടിട്ട് അതിനകത്ത് നടാന്ന് വിചാരിക്കണേ. നിങ്ങളെ വേണമെങ്കിൽ കൂട്ടാട്ടോ നടാനായിട്ട്. ഇന്നിപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ പിയൂണി എന്ന് പറഞ്ഞൊരു ഇത് നിങ്ങൾ കേട്ടിട്ടില്ലേ? പിയൂണി, അത് നമ്മുടെ വീട്ടിലാകെ ഒരു പിയൂണി ഉണ്ടായുള്ളൂ. റോസിനേക്കാളും വെല്ലുന്ന സൗന്ദര്യമാണ് അതിനെ. അതെല്ലാവരും പറഞ്ഞു ചെടിച്ചട്ടിയിൽ നട്ട വരില്ല എന്ന്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഞങ്ങളുടെ ഫ്രണ്ടിൽ ഒരു സൈഡിൽ കുറച്ച് മണ്ണുള്ള സ്ഥലമുണ്ട്. അവിടെ ഞാൻ കുഴി കുത്തിയിട്ട് ഉള്ള പിയൂണി 3 ചട്ടിയിലുണ്ടായിരുന്നു പിയൂണി. ഇതൊരു ഭംഗിയാണെന്നറിയാമോ കാണാനായിട്ട്. ആ പിയൂണിയുടെ കിഴങ്ങ്, ആ കിഴങ്ങെല്ലാം അവിടെ കൊണ്ടേ നട്ടിട്ടുണ്ട്. അപ്പം നോക്കാം അടുത്ത വർഷം വരുമെന്ന് കേട്ടോ.
ഓക്കെ, അപ്പൊ എനിക്ക് ഈ ഡാലിയയും കൂടി ഇവിടെ നിന്ന് മാറ്റണം. എന്നാൽ മാത്രമേ നമുക്ക് ഇവിടെ ഒന്ന് വൃത്തിയാക്കാൻ പറ്റുള്ളൂ. ഡാലി എല്ലാം കൊണ്ടുപോയി ഒരു സൈഡിൽ കൊണ്ടുപോയി വെക്കട്ടെ കേട്ടോ. ഇപ്പം നിങ്ങൾ ബോറടിച്ചോ? ഇല്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഡാലി അവിടെ നിന്ന് മാറ്റുന്നതിന് മുൻപേ ആ ഇല്ലി കുറച്ച് വെട്ടിക്കളയട്ടെ. ഞാനൊരു ഗ്ലൗസ് ഒക്കെ ഇട്ടു, അല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ ഡ്യൂട്ടിക്ക് പോകണ്ടേ, നേഴ്സമ്മയാണല്ലോ. ഡ്യൂട്ടിക്ക് പോകുമ്പോൾ മരുന്നൊക്കെ എടുക്കുമ്പോഴേ കൈയുടെ നഖത്തിൻ്റെ ഉള്ളിലൊക്കെ കയറുമ്പം അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഗ്ലൗസ് ഇട്ടിട്ടാണ് ചെയ്യാൻ ട്രൈ ചെയ്യാറ്. അപ്പോൾ നോക്കട്ടെ, ഇത് വെട്ടാൻ പറ്റുമോ നോക്കട്ടെ. നല്ല ഇതുണ്ടോ, ഇതിന്റെ തണ്ടിന്റെ കനം കണ്ടോ? അതെ, കാണാൻ നല്ല ഭംഗിയാ. നോക്കിയേ, എന്ത് രസമല്ലേ എന്നെ കാണാനായിട്ട്. ഞാൻ ചിലപ്പോൾ ഇത് കൊണ്ടേ കുറച്ച് വെള്ളത്തിലിട്ടിട്ട് വീട്ടിനകത്ത് വെക്കാറുണ്ട്, ഇതിന്റെ ഭംഗി കാണുമ്പോഴേ. അതെല്ലാം ഫോട്ടോ എടുക്കാനൊക്കെ നല്ല ഭംഗിയല്ലേ, എന്ത് രസമല്ലേ. പക്ഷെ നമുക്ക് ഉപദ്രവകാരിയാണ്, കാരണം ഇതിങ്ങനെ ആർത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഒന്നും കൂടി ഒന്ന് വേണ്ടാന്ന് തോന്നുന്നു, ഇങ്ങനെ തന്നെ വെക്കാൻ തോന്നുന്നു. ഞാനൊരു ഇത് വാങ്ങിച്ചേ, വേണ്ട വലിയൊരു ചാക്ക് പോലത്തെ ഇത്. അപ്പോൾ അതിനകത്തേക്ക് ഇട്ട് വെക്കുകയാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് കമ്പോസ്റ്റിന് എടുക്കാം, അല്ലെങ്കിൽ റീസൈക്ലിംഗ് കൊണ്ടേ കളയാം. ഞാനിപ്പോൾ ഇതിനകത്ത് ഇട്ട് വെക്കാം, അപ്പോൾ വൃത്തിയായിട്ടിരുന്നോളൂല്ലോ. ഇത് വലിയതായതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഗ്രോ ബാഗ് ഓർഡർ ചെയ്താൽ, ഗ്രോ ബാഗ് അത് മെഷർമെൻറ്റ് എനിക്ക് അറിയാൻ വേണ്ടായിരുന്നില്ല, ആദ്യമായിട്ട് ഓർഡർ ചെയ്തത്. അപ്പോൾ ചെറുതാണെന്ന് വിചാരിച്ചിട്ട് ഓർഡർ ചെയ്തു, മോളുണ്ടായില്ല കൂടെ. അപ്പോൾ ഓർഡർ ചെയ്ത് വന്നപ്പോൾ ഇതായി. അപ്പോൾ ഇതെനിക്ക് ഇങ്ങനെ ഇതിനു വേണ്ടി ഉപയോഗിക്കാറായി. ഗ്രോ ബാഗ് ഇനി അടുത്ത വർഷം ഓർഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ അരിവാൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതുകൊണ്ട് നാട്ടിൽ നിന്ന് കൊണ്ടെന്നാണേ. അരിവാൾ ചിറ്റയുടെ മോൻ നാട്ടിൽ നിന്ന് സ്നേഹപൂർവ്വം തന്നു വിട്ടതാ. ഓക്കെ, അപ്പോൾ ഇത് കട ചേർത്ത് വെട്ടാനും പറ്റില്ല. അത് ഇതുകൊണ്ട് പോരുന്നില്ല, ഇനി പിച്ചാത്തി എടുത്തുണ്ട് വരട്ടെ. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വിദ്യകളൊക്കെ ഉണ്ടോ ഇത് മാറ്റാനായിട്ട്? അത് പോന്നു കണ്ടോ, ഒരു പീസും കൂടി കിട്ടി. ഉള്ളിലേക്ക് പോട്ടെ. ഇത് കണ്ടത് ഇവിടെ നിന്നൊക്കെ വരുന്നുണ്ടോ? നമ്മുടെ അരിവാൾ മതി അതിന്. കാണാൻ നല്ല ഭംഗിയല്ലേ, പക്ഷെ ഒരു ഉപദ്രവകാരിയാ. ചിലതിൻ്റെ ഈ വേരുണ്ടല്ലോ ഭയങ്കര കന, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ചിലതിൻ്റെ. മാറ്റി വെച്ചിട്ടേ ഒന്നും കൂടി ഒന്ന് വൃത്തിയാക്കിയിട്ട് നമുക്ക് അടുത്ത സെക്ഷൻ തുടങ്ങാം കേട്ടോ. ഓക്കെ, ഞാൻ കുറേയൊക്കെ ഇവിടുന്ന് മുറിച്ച് മാറ്റി. ഇനിയിപ്പോൾ ഈ സൈഡിൽ കുറച്ച്, ഇത് മുളയല്ല വേറെ എന്തോ ഒരു സൈസാണേ, പക്ഷെ അത് ഇവിടെ കിടക്കുമ്പോൾ നമുക്ക് സൂര്യപ്രകാശം ഒട്ടും കിട്ടില്ല. തേമരിച്ച് അതുകൂടി ഞാൻ കളഞ്ഞേക്കാൻ വിചാരിച്ചു. ഇങ്ങനത്തെ എന്തൊരു വള്ളിച്ചെടി, അത് ഇതെല്ലാം കൂടി ഇതിനകത്ത് ഇട്ട് വയ്ക്കാം. അപ്പോൾ ഇവിടെയൊക്കെ എന്തൊരു വെളിച്ചം കയറും. നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ലേ, കവറൊക്കെ വെട്ടി എല്ലാം നല്ല വൃത്തിയാക്കില്ലേ. എന്തോ വള്ളിച്ചെടിയോ എന്താണ് എന്താണെന്നറിയില്ല. ഇതൊക്കെ അപ്പുറത്തുനിന്ന് വന്നേക്കണ, നമ്മുടെ എല്ലാതൊന്നും. നിങ്ങളുടെയൊക്കെ വീടുകളിൽ നിങ്ങളാണോ ഇതൊക്കെ ചെയ്യുന്നത്, ഗാർഡൻ? നമ്മുടെയൊക്കെ നാട്ടിൽ കുറച്ചൊക്കെ ചെടികളില്ലാത്ത ആരും ഉണ്ടാവുമല്ലോ അല്ലേ? നിങ്ങളാണോ ചെയ്യുന്നത് അതോ വീട്ടിൽ വേറെ ആരെങ്കിലും ആണോ ചെയ്യുന്നത്?
പറയണേ. ഇവിടെ ഇപ്പോൾ ഒരുമാതിരി ഒന്ന് വൃത്തിയായി. ഇനി അതും കൂടി ഒന്ന് മാറ്റാം. ആ ഡാലിയും കൂടി മാറ്റിയിട്ട് നമുക്കിവിടെ ഇതിൻ്റെ മീതെ കുറച്ച് തടസ്സങ്ങളൊക്കെ ആക്കി വെക്കാം. മഴക്കോളുണ്ടോയെന്നൊരു ഡൗട്ട്. ഇനിയിപ്പോൾ ഇവിടെ ചെറുതായിട്ട് മഴയൊക്കെ വന്നു തുടങ്ങും, നമ്മുടെ ചൂടൊക്കെ കുറഞ്ഞു തുടങ്ങി. ഇനി നമ്മൾ പതുക്കെ ഓട്ടം സീസണിലേക്ക് പോകാൻ പോവാണ്. ഓക്കെ, ഞാൻ ആ ഡാലിയൊന്ന് മാറ്റിയിട്ട് വരട്ടെ. അപ്പോൾ അത് ഇവിടെ നിന്നൊക്കെ കുറേയൊക്കെ വൃത്തിയാക്കി കണ്ടോ, ഇവിടെയൊക്കെ കുറേ വൃത്തിയാക്കി. ഇനി കുറച്ച് ഇവിടെ ഉണ്ട്, അത് അവർ വെട്ടിക്കളയേണ്ടതാ. ഇനി ഇവിടെ നമുക്ക് പല സാധനങ്ങളും കൊണ്ടുവന്ന് തടസ്സപ്പെടുത്തണം. ഒരു ഷീറ്റ് ഇട്ടു, എൻ്റെ മീതെ കുറച്ച് പലകൾ മാറ്റി വെച്ചിട്ടുണ്ട്, അത് കൊണ്ടുവന്നിടണം. അത് കൊണ്ടുവന്നിട്ട് കഴിഞ്ഞിട്ട് വരാം കേട്ടോ. കണ്ടോ ഞാൻ ഇതുപോലെ ആക്കിയത്. ഇത് ഇവിടെ മൊത്തം ഈ മുള വന്നിട്ട് കണ്ടോ, ആ അരുവത്തൊന്നും എനിക്ക് മാറ്റാൻ പറ്റുന്നില്ല. അറ്റ്ലീസ്റ്റ് ഞാൻ ഇതിൻ്റെ മീതെ ഞാൻ ഒരു കുറേ പലകൾ കൊണ്ടുവന്നിട്ടിട്ട് ഇങ്ങനത്തെ ഒരു ഷീറ്റ് ഉണ്ടായിരുന്നേ, ആ ഷീറ്റ് ഇതിൻ്റെ മുകളിൽ അങ്ങോട്ട് വെച്ചു. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഒന്നും വരില്ലല്ലോ. എന്നിട്ട് ഇതിൻ്റെ മീതെ നമുക്ക് ചട്ടികളോ എന്തെങ്കിലുമൊക്കെ വെക്കാമല്ലോ. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഇതൊരു ഭയങ്കര വലിയ വേരാണിത്. ഇത് കണ്ടോ, ഇത് എന്ത് ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് സ്ട്രോങ് അത്. ഇത് കണ്ടോ, ഇതെങ്ങനെ കളയുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന അറിയാമോ, നമ്മുടെ കാലൊക്കെ തട്ടാതിരിക്കാനായിട്ട് ഒരു സൈൻ പോലെ ഞാൻ അങ്ങനെ അങ്ങ് എടുത്ത് വെച്ചു. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് തക്കാളി ഉണ്ട് നമുക്ക്. ആ തക്കാളി എല്ലാം കൂടി ഇവിടെ കൊണ്ടുവന്ന് വെച്ചാലോ എന്ന് ഓർക്കുക. അപ്പോൾ നല്ല വെളിച്ചവും കിട്ടും. അങ്ങനെ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ട്രിക്കുകൾ. കണ്ടോ, എൻ്റെ തക്കാളി തൈകളാണ് ഇത് മൊത്തം. ഒരു 8-10 എണ്ണം ഉണ്ട്. 8-10 അല്ല, അതിലും കൂടുതലുണ്ടെന്ന് തോന്നുന്നു. അതിനകത്ത് കുറച്ച് ഉണ്ടായി കിടപ്പുണ്ട്. ഇതൊക്കെ ഇത് ഉണ്ടായി വരുന്നതാണ്. നോക്കിയേ, നല്ല പഴുത്ത തക്കാളി ഇത് കണ്ടോ. പിന്നെ അതായത് ഇവിടെ ഒരെണ്ണം വേറൊരു ഭംഗി ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിനൊക്കെ ഒന്ന് ശരിയാക്കണം നമുക്ക്. ഇതൊക്കെ ഒന്ന് മണ്ണൊക്കെ ഇട്ട് സപ്പോർട്ടൊക്കെ കൊടുത്ത് എല്ലാം ഒന്ന് ശരിയാക്കണം. ഇതിനകത്തേക്ക് നമുക്ക് ആക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഓരോന്നോരോന്നും കാണിച്ചു തരാം. ഇതിനകത്ത് ഒരു പൂവുണ്ട്, പക്ഷെ അതിൻ്റെ അവിടെയും ഒരെണ്ണം മുളച്ച് വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും ഞാൻ വാങ്ങിച്ചതല്ല. എനിക്ക് ചിലപ്പോൾ ഒരെണ്ണെങ്ങാനേ ഞാൻ വാങ്ങിക്കാറുള്ളൂ, ഒരെണ്ണെങ്ങാനേ വാങ്ങിച്ചിട്ടുണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ഈ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ടാണ് ഞാൻ ഈ തക്കാളി അരിയുന്നത്. അപ്പം അതിൽ നിന്ന് വരുന്ന തരി ഉണ്ടല്ലോ, അതുകൊണ്ടെന്ന് ഞാനിങ്ങനെ ഈ ഓരോ ചട്ടികളിൽ തൂവും. ഇടയ്ക്ക് ഒരു ചിത്രശലഭം വരുന്നു. അപ്പം അങ്ങനെ മുളച്ചതാണ് ഇത് മൊത്തം. ഇത് കണ്ടോ, എല്ലാം ഉണ്ടാവും എന്ന് വിചാരിക്കണു. ഇനിയിപ്പോൾ അധികം സമയമില്ല. നമുക്കിവിടെ UK തണുപ്പിലേക്ക് പോകാൻ പോവാണ്, ഓട്ടം സീസണിലേക്ക് പോകാൻ പോവാണ്. എന്നാലും നമുക്ക് 1 മാസം കിട്ടും. അതുകൊണ്ട് ഇതുമെല്ലാം കായ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്ന് ശരിയാക്കിയാലോ. നിങ്ങൾ വരുമോ, എൻ്റെ കൂടെ വരുമോ നിങ്ങൾ? അപ്പോൾ നമ്മുടെ തക്കാളി തൈകളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് സപ്പോർട്ട് കൊടുത്താലോ. എന്നിട്ട് കുറച്ച് മണ്ണ് ഇടണം. ആദ്യം നമുക്ക് സപ്പോർട്ട് കൊടുക്കാം അല്ലേ. ചിലതൊക്കെ ഞാൻ ചെറിയ ചട്ടിയിലാണ് നട്ടേക്കണത്. ഇതൊക്കെ ചെറിയ ചട്ടി. അത് ഇനിയിപ്പോൾ ഇതൊന്നും മാറ്റി നടന്നില്ല, കാരണം മാറ്റി നട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് പിടിക്കില്ല. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ചെറിയ കോല് കുത്തിയിട്ട് നമുക്ക് ഒരു സപ്പോർട്ട് കൊടുക്കാം. ഞാനൊരു സാധനം മേടിച്ചിട്ടുണ്ട്. ഈ നമ്മൾ കയറ് കെട്ടുന്നതിന് പകരമായിട്ട് ഇതിങ്ങനെ ഇടാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഇതിങ്ങനെ ഒരു ക്ലിപ്പാണ്, ഇതുപോലത്തെ ഒരു ക്ലിപ്പ്. നോക്കട്ടെ കേട്ടോ, ശരിയാവുമെന്ന് നോക്കട്ടെ. അധികം വലുതല്ലാത്തതുകൊണ്ട് ഒരുപാട് വലിയ ഇത് വേണ്ടല്ലോ. അത് പറ്റില്ല. ഞാനൊരു കയറ് പോലത്തെ ഒരു സാധനം എടുത്തിട്ടുണ്ട് കേട്ടോ. അതാണെങ്കിൽ നന്നായിട്ട് കെട്ടാൻ പറ്റും. ക്ലിപ്പ് ഉണ്ടല്ലോ, അതിങ്ങനെ വളരെ തിന്നത്. അപ്പോൾ ചെറിയ തണ്ടുമ്മേ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാവുമ്പം നമുക്ക് ഇതിങ്ങനെ കെട്ടി വെക്കാൻ പറ്റുമേ. അപ്പോൾ ഇതുകൊണ്ടൊന്ന് ഞാൻ കെട്ടി നോക്കട്ടെ. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് കുറച്ച് മണ്ണ് ഇടണം. നിങ്ങളുടെ ആരുടെയും വീട്ടിൽ തക്കാളിയൊക്കെ എല്ലായിടത്തും കാണുമായിരിക്കും അല്ലേ. അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് വാങ്ങിക്കണ്ടല്ലോ അതിൻ്റെ വിത്തൊന്നും. ഇങ്ങനെ ആക്കി വെച്ചു ഉണ്ടോ. ചെറിയ പാത്രത്തിലാണ്, ഇത്രയും തൈകളുണ്ട്. ഞാനിതിങ്ങനെ ഒരു സപ്പോർട്ട് കൊടുത്തു. നമുക്ക് ലാസ്റ്റ് കുറച്ച് മണ്ണിടാം കേട്ടോ. അപ്പം ഇത് റെഡി ആയത് മാറ്റി വെക്കട്ടെ. ഞാൻ ആ ക്ലിപ്സ് എടുത്ത് തിരിച്ചു വെക്കട്ടെ കേട്ടോ. അതിപ്പോൾ നമുക്ക് ഇതിന് പറ്റില്ല. അതുപോലെ തന്നെ വേറെ ഒരെണ്ണം. ഇത് ശരിക്കും പറഞ്ഞാൽ ഉപ്പ് വരുന്ന പാത്രമാണ്. ഇവിടെ ഉപ്പ് ഇതിനകത്താണ് വരുന്നത്. അപ്പം ഞാൻ ഇതിനകത്ത് നട്ടതാ. ചട്ടികൾ കുറവായിട്ട് ഇതിനകത്ത് പൂവുണ്ടായിട്ടുണ്ട് ഓൾറെഡി കണ്ടാ. അപ്പോൾ ഇതിനൊരു സപ്പോർട്ട് വേണം. ഞാൻ ഈ മുളയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വെട്ടിയപ്പോഴുണ്ടല്ലോ, അതിൻ്റെ കോലുകളൊക്കെ എടുത്തു വെച്ചു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതുകൊണ്ട് ഇപ്പം സപ്പോർട്ട് കൊടുക്കാറായി. ഇതുണ്ടോ, ഇങ്ങനത്തെ. ഇതൊന്ന് കുത്തിയിട്ട് എന്നിട്ട് ഇതിൽ നിന്നൊരു ചെറിയൊരു പീസ് മുറിച്ചെടുത്ത്, നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യണ്ടാവുമല്ലേ വീട്ടിൽ? നിങ്ങളുടെയൊക്കെ വീടുകളിൽ നല്ല ചെടികളും നല്ല പൂക്കളും അങ്ങനെ എന്തെങ്കിലും പച്ചക്കറികളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നമ്പർ തരാം. എനിക്ക് വീഡിയോ അയച്ചാൽ ഞാൻ ഇടാം, യൂട്യൂബിലിടാം.
നിങ്ങളുടെയാന്ന് പറഞ്ഞിട്ടിടാം കേട്ടോ. കാരണം ഇതൊക്കെ ഇഷ്ടമുള്ള കുറേ പേരുണ്ടാവുമേ. ഇതൊന്ന് ശരിക്കും ഒന്നങ്ങോട്ട് കെട്ടി ഉറപ്പ് വരുത്തിയ വലിയ ബലമില്ല, അങ്ങനെ വെച്ചിരിക്കുക. ഇത് ഇവിടേക്ക് എടുത്ത് വെക്കാം കേട്ടോ. ഇത് അങ്ങോട്ട് മാറ്റി വെക്കുക. ഇത് നോക്കിയേ, ഇതും 2-3 തൈയുണ്ട്. ഇതൊക്കെ ഞാൻ മറ്റേ തരി കൊണ്ടുവന്നിട്ടതാ. പൂവായിട്ടില്ല, പക്ഷെ പൂവാവുമായിരിക്കും. നല്ല ചട്ടിയിലത്. ഇതിനൊരു കോലും സപ്പോർട്ടും ഒക്കെ കൊടുക്കാം നമുക്ക്. നിങ്ങളുടെ കൂടെ ഉണ്ടോ ഞാൻ നടുന്നത്, അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വരും. പ്രാവശ്യം ആ ബിസിലിസിയൊക്കെ നിങ്ങളുടെ കൂടെ നട്ടത് എന്ത് രസമായിട്ടാണ് വന്നത്. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഒരു ചെറിയ പീസ് ഇതിനെടുത്ത്, നമ്മുടെ നാട്ടിലാണെങ്കിൽ വാഴയുടെ ഇത് മതിയല്ലേ ഇങ്ങനെ കെട്ടാനായിട്ട്, വാഴയുടെ ആ ഒരു വാഴനാര് എടുത്തിട്ട് ഗൾഫ് കൺട്രിയിലും തക്കാളിയൊക്കെ നന്നായിട്ടുണ്ടാവുമല്ലോ അല്ലേ. ഓക്കെ, അത് സെക്യൂറായി. ഇതിങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇത് പറഞ്ഞ ഓൾറെഡി ഞാൻ കെട്ടി വെച്ചിരിക്കണതാ. ഉണ്ട് ഇതിൻ്റെ തക്കാളിയുടെ ഇതൊക്കെ നല്ല ഭംഗിയുള്ള തക്കാളി ഉണ്ടായിക്കണം. വേണ്ട, അതിങ്ങനെ തന്നെ ഇരുന്നാൽ മതി. ഇനി നല്ല അടിപൊളിയായിട്ട് നല്ലത് ചെറിയ തക്കാളി, ബേബി തക്കാളി. കണ്ടാ, നമുക്ക് ഒരെണ്ണെടുത്ത് കഴിച്ചു നോക്കട്ടെ ചേച്ചി. ഹാ മരുന്നൊന്നും ഇല്ലാത്ത. ഓ, അടിപൊളി മധുരം. ഇത് റെഡിയാണ്, ഒന്നും ചെയ്യണ്ട. ഇതിൻ്റെ ഇച്ചിരി കുഴപ്പമില്ല. ഓക്കെ, ഇനി അടുത്തത് ഇതും ഓക്കെയാണ്. ഇതും ഇതിനൊക്കെ ഇത് ഒരു സപ്പോർട്ട് ഇവിടെയും ഒരു കൊമ്പ് ഇവിടെയും. അപ്പോൾ ഇതിനിങ്ങനെ പിടിച്ച് നമുക്ക് ഇവിടെ ഒന്ന് കെട്ടി നോക്കാം. കുറേ ഉണ്ടല്ലോ അല്ലേ. ഞാനിത് നടുമ്പോൾ എത്ര എണ്ണം ഉണ്ടാവുമെന്ന് നമുക്ക് അറിഞ്ഞൂടല്ലോ. അങ്ങനെയൊക്കെ നടുന്നതാ. ഇതിന്മേ ഓൾറെഡി ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി അങ്ങ് കൂട്ടി അങ്ങ് കെട്ടി വയ്ക്കാം. ഇതിനൊരു മണം ഉണ്ടല്ലേ, നല്ല മണം അല്ലേ ഇതിൻ്റെ ഇലകൾക്കേ. അപ്പം അതും സെക്യൂറായി. ഇതുകൂടി മാറ്റി വയ്ക്കാം. ഇനി അടുത്തത്, ഇത് നോക്കിയേ, ചെറിയ ചട്ടിയും വലിയ തൈയും. ഇതുമ്മ ഓൾറെഡി ചെറിയ തക്കാളി ഉണ്ടാവുന്നുണ്ട്, കണ്ട. അപ്പം ഇതിനൊരു സെക്യൂരിറ്റി വേണം അതിന്. ഇതൊരുപാട് വലുതാ, പക്ഷെ സാരില്ല അല്ലേ. ചിലപ്പോൾ അത് വലുതായാലോ. പക്ഷെ ചട്ടിക്ക് അധികം ഇതില്ലാത്തതുകൊണ്ട് അറിയില്ല, നിൽക്കുമെന്ന് നോക്കാം. ഓക്കെ, ഇനി ഒന്ന് കെട്ടി നോക്കട്ടെ. ഈ പച്ചക്കറികളൊക്കെ എന്തൊരു ഇഷ്ടമാണെന്നറിയാവോ. നല്ല മണമുണ്ട് ഇതിൻ്റെ ഈ ഇലയ്ക്ക്. ചിലർ പറയുന്നുണ്ട് ഇതിൻ്റെ കുറച്ച് ഇലകളൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് കളയണമെന്നാണ് പറയുന്നത്. അത് എനിക്ക് അറിയാൻ പാടില്ല, അത് കറക്റ്റ് ആണോ എന്ന് അറിഞ്ഞൂടാ. നിങ്ങൾ അറിയാമെങ്കിൽ പറയണേ. അപ്പോൾ കൂടുതലുണ്ടാവും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതും സെക്യൂർ ആയിട്ടുണ്ട്. ഇനി കുറച്ച് മണ്ണ് ഇടണം, ലാസ്റ്റ് ഇടാം നമുക്ക് മണ്ണ്. അവിടെ ഇരിക്കട്ടെ. ഇനി അടുത്ത സുന്ദരി നോക്കിയേ, വീണ് ചാഞ്ഞ് കിടക്കുക. അതൊക്കെ ഒരു കുഞ്ഞി പോട്ടാണേ ഇതിനകത്ത് ഉണ്ടായിരിക്കണം. നോക്കിയേ എന്താ. അപ്പം നമുക്കിതിനും ഒരു സെക്യൂരിറ്റി വേണം. ഒരു ചെറിയ ഒരു കോല് കിട്ടി, കോല് കുത്തട്ടെ. അടുത്ത വർഷം നമുക്ക് വലിയ ചട്ടിയിൽ നടാം, കാരണം ഇത് ഉണ്ടാവണ്ടല്ലോ. ഞാൻ വിചാരിച്ചുണ്ടാവില്ല എന്ന്. ഓക്കെ, അപ്പോൾ ഇതിന്നൊരെണ്ണം, ഇതിൻ്റെ കറക്റ്റ് തുമ്പ് കിട്ടിയില്ല, അപ്പോൾ അതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ മുറിച്ചിരിക്കുന്നതിൻ്റെ. ഓക്കെ, നമുക്ക് ഇങ്ങനെ ഒന്ന് കെട്ടി നോക്കാം, നോക്കാം. നിന്നില്ലെങ്കിൽ വേറൊരു ചട്ടിയിൽ ഇറക്കി വെക്കാം. അത് ചെറിയ ചട്ടിയാണല്ലോ.
കെട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നണല്ലേ ഇത് പോരാ അതിന്. അപ്പോൾ ഇത് വേറൊരു ചട്ടിയിലേക്ക് ഇറക്കി വെക്കേണ്ടി വരും. നോക്കട്ടെ ഉണ്ടോന്ന്. വേറൊരു ചട്ടി കിട്ടി. ഇങ്ങനെ ഞാൻ ഇതിനകത്തേക്ക് ഇറക്കി വെച്ചേ. അപ്പോൾ ഇതും ഒരുമാതിരി സെക്യൂർ ആയിട്ടുണ്ട്. ഇനി നോക്കട്ടെ അടുത്തത്. ഇത് തീരെ ചെറിയ ചട്ടി, അതൊക്കെ കുഞ്ഞിത്. അതിന് ഇപ്പം ഒന്നും ചെയ്യണ്ടെന്ന് തോന്നുന്നു അല്ലേ, കുറച്ചുകൂടി ആയിട്ട് ചെയ്യാം. അതവിടെ ഇരിക്കട്ടെ. ഇനി ഇതൊരു യമണ്ടൻ ചട്ടി, ചെറുതും വലിയ തക്കാളിയും. ഇതൊക്കെ ഇതുമൊക്കെ ഉണ്ടായി വരുന്നുണ്ട്, പൂവും കായും ഒക്കെ ഉണ്ട്. അപ്പം ഇതിനൊരു നല്ലൊരു സെക്യൂരിറ്റി കൊടുക്കണം. നോക്കട്ടെ, ഇതിനൊക്കെ മണ്ണ് ഇടണം ശരിക്കും പറഞ്ഞാൽ. ഇനി നമ്മുടെ വയറൊക്കെ മുറിച്ച് കെട്ടാം. ഓക്കെ, നല്ല തണ്ടാണ് ഇതിന്. നല്ല നല്ല ഫലഭൂയിഷ്ടമായ ചെടി അങ്ങനെ പറയില്ലേ നമ്മള്. നല്ല തണ്ടും നല്ല ഇലയൊക്കെ. ഓക്കെ, അതും സെക്യൂറായി. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്, അല്ല 2 ഉണ്ട്. ഓക്കെ, ചെറിയ ചട്ടിയാ. നമ്മതേ ഉണ്ടായിട്ടുണ്ട് ഓൾറെഡി. ഇതേ കണ്ടോ, തക്കാളി തോട്ടം ആയല്ലോ ഇപ്പൊ അല്ലേ. ഇനി അതിനൊരു കോല് വേണം. ഇത് തന്നെ കുത്തിയാലോ. ഇത് വലുതാണ്, അതിന് കുഴപ്പമില്ല. അപ്പൊ മുള കൊണ്ട് നമുക്ക് അങ്ങനെയൊക്കെ ഉപയോഗം ഉണ്ടായിട്ടോ. ഇവിടെയൊക്കെ മുള നിൽക്കുക. ഇനി അത് വേറൊരു ദിവസം, അടുത്ത ദിവസത്തെ പ്ലാൻ. ഇന്നിപ്പോൾ ഈ ഒരു സ്ഥലവും തക്കാളിത്തോട്ടം ഒന്ന്. അടുത്ത ദിവസം എനിക്ക് അടുത്ത ആഴ്ച ആനുവൽ ലീവാ. അപ്പോൾ കുറേ ദിവസം ഗാർഡനിൽ പണിയാൻ പറ്റും. ഗാർഡനൊക്കെ ഒന്ന് വൃത്തിയാക്കണം. ഇതും നന്നായിട്ട് വന്നിട്ടുണ്ട്, നല്ല മണമുണ്ട്. ഇതും സെക്യൂറായി. ഇനി ഇതും കൂടി ഉള്ളൂ, ഒരെണ്ണം കൂടി ഉള്ളൂ കേട്ടോ. നിങ്ങൾ മടുത്തോ? ഓ, ഇതങ്ങ് ചാഞ്ഞു പോയി. ഇതൊക്കെ ഇത് കൊല്ലത്തുനിന്ന് വേറെ സൈഡിലേക്ക് പോയി. ഓക്കെ, അപ്പോൾ അതിനും കൂടി ഒരു കോല് വേണം. ആ കോല് തപ്പി കണ്ടുപിടിക്കണം കേട്ടോ. നിങ്ങൾക്ക് ഒരു സെക്കൻഡ് നിങ്ങൾക്ക് ബ്രീത്ത് ചെയ്യാനായിട്ടൊരു ഗ്യാപ്പ് വരാം. ഒരു കോലും കൂടി കിട്ടി. അപ്പോൾ അതും കൂടി ഇവിടെ വെച്ചു. അപ്പോൾ നമുക്കൊരു ചെറിയൊരു വയറ് വേണം. അതുകൊണ്ടും കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സപ്പോർട്ട് പണി കഴിഞ്ഞു. ഇനി അടുത്തത് മണ്ണിട്ട് എല്ലാം ഒന്ന് റെഡിയാക്കി വെക്കണം. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഓസ് എടുത്തിട്ട് വെള്ളം നനയ്ക്കാൻ പാടില്ല എന്നൊരു റൂൾ ഉണ്ടായിരുന്നു. അതിപ്പോൾ മാറി കാണുമായിരിക്കും, കാരണം ഇവിടെ ഭയങ്കര ചൂടായിരുന്നല്ലോ, അത് കാരണം. അപ്പോൾ എല്ലാം സെക്യൂർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഗ്ലൗസ് ഇട്ടിട്ടെ കുറച്ച് മണ്ണ്, എല്ലാത്തിൻ്റെ മീതെ കുറച്ച് മണ്ണും ഇച്ചിരി കമ്പോസ്റ്റ് ഉണ്ട്, അതും കൂടി ഇട്ടിട്ടോ. ഞാൻ കുറച്ച് മണ്ണെടുത്തുവേ. നമ്മുടെ കമ്പോസ്റ്റും മണ്ണും ഒക്കെ കൂടി മിക്സ് ചെയ്തതാണ്. അപ്പം ഇത് നമുക്ക് ഓരോ ചട്ടിക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നാലേ അതൊരു ബലത്തിൽ വരുള്ളൂ. ഓരോ കൊടുന്നിട്ടാൽ മതിയാവും എല്ലാത്തിലും. ചെറിയ ചട്ടികളല്ലേ. ഇതൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം നമുക്ക്. ഇച്ചിരി വെള്ളം ഒഴിക്കണം. ഇനിയിപ്പോൾ ഓസിന് ഒഴിക്കുന്നതിന് കുഴപ്പമുണ്ടാവില്ലായിരിക്കും വിചാരിക്കണം. ചെടിയുള്ള അതിനകത്ത് അത് ഓക്കെയാണ്. പിന്നെ കുറച്ച് വേണം. ഇവിടെ ഒരെണ്ണം മറഞ്ഞു നിൽപ്പുണ്ട്. ഇതും കൂടെ എടുത്ത് മാറ്റിയാലേ പറ്റുള്ളൂ. ഇവിടുത്തെ മാറ്റി വയ്ക്കാം. ഇതിൽ കുറച്ച് കൂടുതൽ വേണം. നമ്മുടെ തക്കാളി ഉള്ളതാണ് അതിനകത്ത്. ഇനി എല്ലാത്തിനും ഉണ്ട്. ജസ്റ്റ് ഒന്ന് നനച്ചാൽ മതിയേ. ഞാൻ നനയ്ക്കാനൊന്ന് ഓൺ ചെയ്യട്ടെ. അതെ, ഞാനിതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു കേട്ടോ. 1 2 3 4 5 6 ഒരു 10-12 ചട്ടിയുണ്ട്. ഇവിടെയൊക്കെ നന്നായിട്ട് ഉണ്ടായി നിൽപ്പുണ്ട്. പൂ വന്നിട്ടുണ്ട്. ഇത് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇതൊരു പ്രത്യേക തരത്തിലുള്ളൊരു
ഇതാണ് ഈ ഇതുണ്ടോ, വേറൊരു സൈസാണത്, വേറൊരു ടൈപ്പ്. പിന്നെ ഇതുണ്ടായത് നിങ്ങളെ കാണിച്ചു തന്നില്ലേ, ഇത് നല്ല ബേബി തക്കാളി. അപ്പം അങ്ങനെ ഇതെല്ലാം ഒരു പൂവുണ്ടെന്നുള്ളൂ അതിനകത്ത്, നല്ല ഭംഗിയുള്ള പൂ. അവിടെ ഒരെണ്ണം വന്നിട്ടുണ്ട്, അത് പൂവിട്ടിട്ടുണ്ട്. പിന്നെ ഇത് ഇഷ്ടം പോലെ എല്ലാം ചെറിയ ചട്ടികളിലാണ് വെച്ചേക്കണം കേട്ടോ. ഇതൊന്ന് വെള്ളം നനയ്ക്കണം. വെള്ളം നനച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഇന്നത്തെ പണി കഴിഞ്ഞു. ഓസിൽ നനയ്ക്കാനുള്ള നിയമം വന്നോന്ന് അറിയാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബക്കറ്റിൽ തന്നെ കുറച്ച് വെള്ളം എടുത്തു കേട്ടോ. ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് നമുക്ക് ഓരോ കപ്പ് ഒഴിക്കാം. നമുക്ക് എന്ത് സന്തോഷമായിരിക്കും അല്ലേ, വെള്ളത്തിന് വേണ്ടി കൊതിച്ചിരിക്കുകയായിരിക്കുമേ. മണ്ണൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴേ ഈ വളമൊക്കെ ഇട്ടപ്പം കൂടുതൽ വെള്ളം വേണമല്ലോ. നന്നായിട്ട് ചിരിക്കുന്നുണ്ട് അവരൊക്കെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോഴേ. നിങ്ങളോട് ഹലോ പറയാൻ പറയുന്നുണ്ടേ, എൻ്റെ കൂട്ടുകാരോടൊക്കെ ഹലോ പറയാം. ഇതൊരു ഒരാഴ്ച കഴിയുമ്പോഴേക്ക് നോക്കാം ഇതിൻ്റെ ഔട്ട്കം എന്തായിരുന്നു. ഇവിടെ ആകുമ്പോൾ നല്ല സൂര്യപ്രകാശം കിട്ടുവേ. ഓക്കെ, മതി. ഇത് വെള്ളം നമുക്ക് വെച്ചേക്കാം ആവശ്യമുണ്ടെങ്കിൽ നനയ്ക്കാനായിട്ട്. അപ്പം ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണേ. മുടിയൊക്കെ പാറി പറന്നു. അപ്പോൾ എന്താ പറയുന്നത്, കുറേ കണ്ടല്ലേ ബിസിലിസിയും പിന്നെ നമ്മുടെ ടൊമാറ്റോ. ഒരു തോട്ടം പോലെ ആയല്ലോ ഇപ്പോൾ ചേച്ചിയുടെ ടൊമാറ്റോ. ഇനി നാളെ വേറെ ഓരോന്നോരോന്ന് കാണിക്കാം കേട്ടോ. കുറച്ചുണ്ട് എനിക്കിതിനോടൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവന്ന് കുറച്ചിങ്ങനെ കുഴിച്ചിടും. അപ്പോൾ പിടിച്ച് കിട്ടുമ്പം ഭയങ്കര സന്തോഷമാണ്. നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇനി വേറെ എന്തെങ്കിലും ഉണ്ട് വിശേഷങ്ങൾ? നിങ്ങൾ എൻ്റെ വീഡിയോ കാണുവാണെങ്കിൽ പുതിയതായിട്ട് കാണുന്നവർക്കാണ്. എൻ്റെ പേര് ലിസി, UK-ലാണ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ അതുകൂടാണ്ട് ചാരിറ്റിയിലെ ഒരു മെമ്പറാണ്, ഇവിടുത്തെ ഒരു UK രജിസ്റ്റേർഡ് ചാരിറ്റിയുടെ മെമ്പറാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും സ്നേഹം, സന്തോഷം. ബൈ.